ഇന്ന് നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെയുള്ള ജിലേബി വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുണ്ടോ, നല്ല പുറംവശം നല്ല ക്രിസ്പിയാണ്, അകംവശം നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ആ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നല്ല ആ തേൻ ഒഴുകുന്ന പോലെയുള്ള ജിലേബി നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ജിലേബി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 220-225 ഗ്രാമോളം ഉണ്ട് എൻ്റെ ഈ മെഷറിംഗ് കപ്പിൽ അളന്നെടുക്കുമ്പോൾ. അപ്പോൾ ആ 1 കപ്പ് ഉഴുന്നുപരിപ്പ് ഒരു 2.5-3 മണിക്കൂറോളം ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഉഴുന്നുവടക്കൊക്കെ അരയ്ക്കുന്നത് പോലെ തന്നെ വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഉഴുന്നിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളമേ ഇതിലേക്ക് ചേർക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ചേർത്ത് ഇതങ്ങ് വല്ലാതെ നീണ്ടു പോകരുത്. ഇതിലേക്ക് ഇനി ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. 1 കപ്പും ഉഴുന്ന് അരച്ചെടുത്തതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഈ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക. ഈ പൊടിയൊന്നും ഒത്തിരി കൂടി പോരുത് കേട്ടോ. അരിപ്പൊടിയൊക്കെ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജിലേബിക്ക് വേണ്ടി ഇത് ഫ്രൈ ചെയ്യുമ്പം വല്ലാതെ അങ്ങ് ക്രിസ്പി ആയി പോവും. അപ്പോൾ അതിലേക്ക് ആ പഞ്ചസാര പാനിയിലോട്ട് ഇടുമ്പോൾ ആ പഞ്ചസാരയൊന്നും പിടിക്കത്തില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1-2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഞാനിതിലേക്ക് ഒരു 2 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ആ ഫോട്ടോയും ഒക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആ കറക്റ്റ് ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരല്പം ഫുഡ് കളർ ചേർക്കുന്നത്. വളരെ കുറച്ച് ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഓറഞ്ച് കളർ മതി കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ആ കളറൊന്ന് കൂടി കിട്ടും. ഇതിനി നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ ജിലേബി സോക്ക് ചെയ്യുന്നതിന് വേണ്ടുന്ന ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് ഇങ്ങനെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ആ ഒട്ടുന്ന ആ ഒരു പരുവാകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഇത് ഒരല്പസമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ എടുത്ത് നമ്മളിങ്ങനെ കയ്യിൽ നോക്കുമ്പോൾ ആ ഒരു ഒട്ടുന്ന പരുവാകണം കേട്ടോ. ഒരു നൂൽ പരുവാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ കയ്യിൽ ആ വിരലുകളുടെ രണ്ടിലും ഒന്ന് ഒട്ടുന്ന ആ ഒരു പാകമാകുമ്പോൾ അടുപ്പിൽ തീ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റാം. ഇതിപ്പോൾ കുറച്ചേറെ നേരമായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ കയ്യിൽ ആ ഒട്ടുന്ന ഒരു പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതുപോലെ ഞാനിതിലേക്ക് ഒരല്പം നാരങ്ങാനീര്, ഒരു ടീസ്പൂണോളം നാരങ്ങാനീരൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ പഞ്ചസാര ലായനി കുറച്ച് നേരം ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങ് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിനാണ് ഇതിലേക്ക് അല്പം നാരങ്ങാനീരൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നല്ലൊരു മണത്തിന് വേണ്ടി ഞാനിതിലേക്കൊരു 1 ടീസ്പൂണോളം റോസ് വാട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം റോസ് വാട്ടർ ചേർത്താൽ മതി. അതുപോലെ ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ലായനിയിൽ സോക്ക് ചെയ്യുമ്പോൾ നല്ല ആ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഫുഡ് കളർ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അടുത്തായിട്ട് നമ്മളുടെ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ മിക്സ് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമ്മുടെ സിപ്പ് ലോക്ക് ബാഗ് ഉണ്ടല്ലോ, അതിനകത്താണേലും ആക്കിയാൽ മതി. അതിനുശേഷം അല്ലെങ്കിൽ വല്ല ബോട്ടിലുണ്ടെങ്കിൽ അതിലാണേലും ആക്കിയാലും മതി. അതിനുശേഷം ഇതിൻ്റെ ഈ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒത്തിരി വലിയ ഹോൾ വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ അടുപ്പിൽ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം അടുപ്പിൽ തീയുടെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു 2 ചുറ്റികൾ ചുറ്റിയതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ടോ ഒക്കെ നമ്മുടെ ജിലേബി ആക്കിയെടുക്കാം. അടുപ്പിൽ തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ 2
വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിച്ചതിന് ശേഷം ചെറിയ ഇതള് പോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഞാനൊരു 2 തവണ അങ്ങനെ ആക്കുന്നുണ്ട്. എണ്ണ ഒത്തിരി കൂടുതൽ വേണ്ട കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് മുങ്ങി കിടക്കാവുന്ന ആ ഒരു പരുവത്തിന് എണ്ണ മതി. ഇതിനി നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും ചിലപ്പോൾ വെന്ത് കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1-2 തവണ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ വല്ലാതെ അങ്ങ് ക്രിസ്പി ആകരുത് കേട്ടോ. ഒത്തിരി അങ്ങ് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ആ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറത്തില്ല. അതുപോലെ ഒട്ടും ക്രിസ്പി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് വല്ലാതെ അങ്ങ് സോഫ്റ്റായിട്ട് ഒടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്ത് നിങ്ങൾ ആ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ ഈ ഇത് വെച്ച് തട്ടി നോക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുന്ന ആ ഒരു പരുവാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഇത് കറക്റ്റ് ഫ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജിലേബി തയ്യാറാക്കി കഴിക്കുമ്പോൾ ആ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നും. അതുകൊണ്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഇതിപ്പോൾ ആ ഒരു കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇവിടെ നന്നായിട്ട് ആ മൊരിഞ്ഞിട്ടുണ്ട്. തട്ടി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഒന്നിട്ട് കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഷുഗർ സിറപ്പിന് ചൂട് വേണം കേട്ടോ. നമ്മൾ ഓരോ തവണ ഈ ജിലേബി ഇടുമ്പോഴും ഷുഗർ സിറപ്പ് കുറച്ച് ചൂട് ഉള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ അതിലേക്ക് മധുരമൊക്കെ ഒന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് അമർത്തി ഒരല്പസമയം ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് നന്നായിട്ട് ഒന്ന് സോക്കായി കിട്ടുന്നതിനാണ്. അതിന് ശേഷം നമുക്ക് അടുത്ത സെക്ഷൻ ജിലേബി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജിലേബി ഇപ്പോൾ നന്നായിട്ട് ആ ഷുഗർ സിറപ്പൊക്കെ വലിച്ചെടുത്ത് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സിറപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അടുത്ത സെക്ഷൻ ഫ്രൈ ചെയ്തിട്ടുള്ള ജിലേബി അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഓരോ തവണ നമ്മൾ ഈ ഷുഗർ സിറപ്പിലേക്ക് ജിലേബി ഇടുന്നതിന് മുമ്പും ചെറുതായിട്ട് ഈ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ ജിലേബി എല്ലാം ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് നമ്മളെടുത്ത ആ 1 കപ്പ് ഉഴുന്നുകൊണ്ട് ഏകദേശം ഒരു 13ഓളം ചെറിയൊരെണ്ണം കൂടെ കൂട്ടി 13 ജിലേബി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ആ ഷുഗർ സിറപ്പിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല പുറംവശം കുറച്ച് ക്രിസ്പിയാണ്, എന്നാൽ അകം നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി ആയിട്ട് ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ വലിയ പാടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇത് കണ്ടോ, നല്ല അകത്തുനിന്ന് ആ ഷുഗർ സിറപ്പൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.